ഹലോ ഗൈസ്, ഈ മിഡ് നൈറ്റ് ക്രേവിങ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്നാൽ എനിക്ക് ഈ രാത്രി മാത്രം വരുന്ന ഒരു പ്രത്യേകതരം അസുഖമാണ് ഗൈസ് ഇത്. എല്ലാ ദിവസവും രാത്രിയിൽ എനിക്ക് ഇതൊക്കെ തന്നെയുള്ളു ജോലി. അല്ലെങ്കിലും തിന്നുക, അതൊക്കെ തന്നെ നമ്മുടെ ജോലികൾ. എൻ്റെ ഈ മിഡ് ക്രേവിങ്സിന് ഏറ്റവും വലിയ എതിരാളിയാണ് എൻ്റെ ഉമ്മി. കാരണം ഉമ്മി പൂങ്കാവനം പോലെ ഒരുക്കിയിട്ട് അടുക്കളയിൽ ഞാൻ പൂരപ്പറമ്പാക്കിയിട്ട് കൊടുക്കും. അത് തന്നെയാണ് വാസ്തവം. അതുകൊണ്ട് ഉമ്മി ഇതിനെ വല്ലാണ്ട് അങ്ങോട്ട് സപ്പോർട്ടാക്കത്തില്ല. പക്ഷേ ഈ സമയമൊക്കെ ആയപ്പം ഉമ്മി ഉറങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് ക്രേവിങ് കയറി നല്ല അടിപൊളി കോഫി കുടിക്കാൻ തോന്നി. കാര്യമായി വലിയതിലൊന്നും അല്ലേ കയറി പിടിച്ചത്, ജസ്റ്റ് ഒരു കോഫി അല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ ക്രേവിങ് സാധിക്കാൻ വേണ്ടി ഞാൻ വേണ്ട അടിപൊളിയായിട്ട് ഡാൽഗോണ കോഫി ഉണ്ടാക്കുകയാണ്. പിന്നെ ഡാൽഗോണ കോഫി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ബീറ്റർ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു രോദനം കൊണ്ട് ഞാൻ വിസ്ക് വെച്ചാണ് ഗൈസ് എടുക്കുന്നത്. കലക്കി എൻ്റെ കൈ പോയി ഗൈസ്. പിന്നെ വിസ്ക് എടുത്താൽ എന്നെ എല്ലാം കൂടെ തലമണ്ടി അടിച്ചിവിടെ പുറത്താക്കും എന്നുള്ളത് കൊണ്ട് ആരെയും ശല്യപ്പെടുത്താതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് പതുക്കെ ആ വഴി അങ്ങ് പോയിക്കോണം. കുറച്ചായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, എക്സാമിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഞാൻ അങ്ങ് ഇരിക്കുകയായിരുന്നു. ആൻഡ് ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. എക്സാം കഴിയുന്നതിന് മുമ്പ് എന്തായാലും ഇവിടുന്ന് കൊട്ടയും കൊണ്ട് ആൾക്കാർ പോകേണ്ടി വരും. ഇനിയിപ്പം നമുക്കതങ്ങ് വിടാം. നമുക്കാദ്യം ഡാൽഗോണ കോഫിയിലോട്ട് ഫോക്കസ് കൊടുക്കാം. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു കിൻഡലുണ്ട്. പിന്നെ ആരെയും ശല്യപ്പെടുത്താതെല്ലാം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ ചില പണികൾ വെറും സ്വാഭാവികം. പിന്നെ ഈ ഡാൽഗോണ കോഫിയിലെ ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ആക്കണം കേട്ടോ, അടിപൊളിയാ. പിന്നെ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു കുടിയങ്ങ് കുടിച്ചു. സ്വർഗം. നിങ്ങൾക്ക് വേണേൽ ഐസ് ക്യൂബൊക്കെ ഇട്ടോ. രാത്രി ഇനി അതിനും കൂടെ വയ്യ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എനിക്ക് കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഒന്ന് പോയി കഴുകി വെക്കട്ടെ. ബൈ.